Vaibhav Suryavanshi. I know this content is already aged and it's already over, but എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ടാലൻ്റാണ് വൈഭവ് സൂര്യവംശി അല്ലേ. ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് ഇന്നലെ കരുതിയിരുന്നതാണ്. പക്ഷേ അത് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ വേണ്ട എന്ന് വിചാരിച്ച്, പക്ഷേ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഒരു പോസ്റ്റ് ഇട്ടു. അത് കണ്ടപ്പോഴാണ് എനിക്ക് വീഡിയോ വീണ്ടും ചെയ്യണം എന്ന് തോന്നിയത്. പരാഗ് നമ്മുടെ വൈഭവ് ഔട്ടായതിനു ശേഷം വന്ന് ശകാരിക്കുകയും ഡഗൗട്ടിൽ പുള്ളിക്കാരൻ പൊട്ടിക്കരയുന്നതും ഒരു വീഡിയോ നമ്മൾ കണ്ടു. കൂടുതൽ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല. മേ ബി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ടിട്ടായിരിക്കും ആ 90s ഔട്ടായതിന് വല്ലതും പറഞ്ഞത്. ഓക്കെ, ഹീസ് എ ക്യാപ്റ്റൻ ആഫ്റ്റർ ഓൾ. പക്ഷേ അത് പബ്ലിക് ആയിട്ട് അത് പറഞ്ഞത് ശരിയായില്ല. അതൊരു കുഞ്ഞു പയ്യനല്ല, 15 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പാച്ചപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു. അപ്പം ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 15 വയസ്സേ ഉള്ള പയ്യന്, കുഞ്ഞു പയ്യനാണ്. എല്ലാവരും അവൻ്റെ ഏജിനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. ഏജ് അത്രയല്ല, അവന് ഏജ് കൂടുതലാണ്, കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും അവൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും അവൻ ഹെൽമെറ്റ് ഊരിയിട്ടുള്ള, ഹെൽമെറ്റ് ഇടുമ്പോൾ അവൻ വേറൊരു മനുഷ്യനാണ്. ആ ഹെൽമെറ്റ് ഊരിയിട്ട് അവൻ ഗ്രൗണ്ടിലുള്ള സമയത്ത് അവനെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും അവൻ 15 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അവൻ്റെ ആക്ഷൻസും അവൻ്റെ റിയാക്ഷൻസും സംസാരിക്കുന്ന രീതിയും അവൻ്റെ ബോഡി ലാംഗ്വേജും എല്ലാം ഒരു കുഞ്ഞു പയ്യനാണ്. അവൻ ഹെൽമെറ്റ് ഇട്ട് കഴിയുമ്പോൾ, ബാറ്റിംഗ് ഹെൽമെറ്റ് ഇട്ട് കഴിയുമ്പോൾ അവൻ ആളാകെ മാറിയിട്ട് അവൻ ബോളേഴ്സിനെ അല്ല നേരിടുന്നത്, അവൻ ബോളുകളെയാണ് നേരിടുന്നത്. എന്ത് ടാലൻ്റാണ് അവൻ. എന്താ പറയുക, നമ്മൾ ബാറ്റിങ്ങിൻ്റെ സ്വിങ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാറ്റിങ്ങിൻ്റെ സ്വിങ്ങാണ്. ആ സ്വിങ് ഓഫ് ദ ബാറ്റ് അല്ലേ, ആ കറക്റ്റ് പക്ക. അവൻ ബാറ്റ് ബാക്കിൽ നിന്ന് വലിഞ്ഞു വന്ന് ആ പവർ മൊത്തം ബാറ്റിൻ്റെ സെൻറ്ററിലേക്ക് ആവാഹിച്ച് അടിക്കുന്ന അടി, ഫുൾ ബോഡി പവർ അവൻ്റെ ബാറ്റിൻ്റെ കറക്റ്റ് പോയിൻറ്റിലാണ്. അവിടാണ് ബോൾ കൊള്ളുന്നത്. പ്യൂർ ടൈമിങ്, കൃത്യമായിട്ടുള്ള പോയിൻറ്റിൽ ടൈമിങ്ങിലാണ് ആ ബോൾ അവൻ ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ, ഫുൾ പവറിൽ അതിൻ്റെ ആ ബോഡി ഷീർ പവർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ സൂപ്പർ പവറിലാണ് അടി. അത് കൂറ്റനടി, 15 വയസ്സിലാണ് അടിക്കുന്ന അടിയാണോ അവൻ അടിക്കുന്നത്. കൂറ്റനടി, ചെറിയ സിക്സുകളൊന്നുമല്ല, എല്ലാം 80+, 90+ സിക്സുകളാണ് അവൻ അടിക്കുന്നത്. അമ്മതൊരു ടാലൻറ്റ് മാൻ, അമ്മതൊരു ടാലൻറ്റ്, ഒരു രക്ഷയില്ലാത്ത ടാലൻറ്റ്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് റെക്കോർഡുകൾ അവൻ്റെ മുന്നിൽ വഴിമാറും എന്നുള്ളത് 100% ഉറപ്പാണ്. അവൻ പറഞ്ഞ പോലെ തന്നെ 200s അവൻ T20 എടുത്തിരിക്കും, അത് 100% ഉറപ്പാണ്. I believe he will be the first man to score a 300 in ODI. അത് ഇപ്പം മാനേജ്മെൻറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവനെ അവൻ്റേതായിട്ടുള്ള വഴിയിൽ വിടുകയാണ്. അവനിൽ നിന്ന് യാതൊന്നും തന്നെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവൻ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ അവന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു സ്ലോട്ട് ഇന്ത്യൻ ടീമിലും അവന് കൊടുക്കുകയാണെങ്കിൽ അവൻ ചരിത്രം മാറ്റി എഴുതും, 100% ഉറപ്പാണ്. ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പം ഓൾറെഡി 15 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് ഉടനെ അടുത്ത T20 സീരീസിലോ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അവനെ എടുക്കാൻ എല്ലാവിധ ചാൻസുകളും ഉണ്ട്. ഇത്രയും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു പയ്യനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാണ് സെലക്ടേഴ്സ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും അവൻ ഇന്ത്യൻ ടീമിൽ ഉടൻ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ ODI ടീമിലും അവനെ മാറ്റിയിരുത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അവന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫെയിലിയറെങ്കിൽ ഫെയിലിയർ അല്ലെങ്കിൽ 100, ആ രീതിയിലുള്ള ഒരു അഴിച്ചുവിടൽ അവന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ട്രഷറായിരിക്കും വൈഭവ് സൂര്യവംശി, 100% ഉറപ്പാണ്. അതികായന്മാരായിട്ടുള്ള എല്ലാ ലെജൻസും പങ്കെടുക്കുന്ന IPL എന്ന് പറയുന്ന ഒരു വേദിയിൽ കോഹ്ലി, ഹിറ്റ്മാൻ എല്ലാവരും ഉണ്ട്, രോഹിത് ശർമ്മ, എല്ലാവരും കളിക്കുന്ന ഒരു വേദിയിൽ ഒരു ഓറഞ്ച് ക്യാപ്പ് എടുക്കാനായിട്ട് ഒരു 15 വയസ്സുകാരൻ, ഇവരെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് ഒരു 15 വയസ്സുകാരൻ ഓറഞ്ച് ക്യാപ്പ് എടുത്തിട്ടെങ്കിൽ ഗെയിലിൻ്റെ 14 വർഷവും 13 വർഷവും നീണ്ടു നിന്ന 64 സിക്സ് ഒരു സീസണിൽ നിന്നുള്ള റെക്കോർഡ് 72 സിക്സ് അടിച്ച് പൊട്ടിക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട്
1000 റൺസ് തികച്ച ഒരു ഇന്ത്യനാണ് വൈഭവ് സൂര്യവംശി ഇപ്പോൾ T20. ഓക്കെ, IPL T20 ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവൻ്റെ ടാലൻ്റ് ഒന്ന് ഊഹിച്ച് നോക്കുക. ലൈക്ക് എന്ത് ടാലൻ്റാണല്ലേ. എനിക്കിപ്പം പറയാൻ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അവന് കണ്ണ് പെടാതിരിക്കട്ടെ. എനിക്കതാ പറയണത്, ടച്ച് ഔട്ട്. അവന് കണ്ണ് പെടാതിരിക്കട്ടെ, അവൻ കടിക്കട്ടെ, അവൻ്റെ എന്താണ് അവൻ എൻജോയ് ചെയ്യട്ടെ. അവൻ അശ്വിനൊക്കെ പറഞ്ഞ പോലെ മേ ബി അവൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ക്രിക്കറ്റ് മടുക്കുമായിരിക്കും ഇമാതിരി കളി വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അവൻ ഓരോ പ്രശ്നങ്ങൾ കരിയറിൽ കുറേ അപ്സ് ആൻഡ് ഡിപ്സ് വരാൻ അതിന് ചാൻസസ് ഉണ്ട്. ഡിപ്സ് വരുമ്പോൾ അവൻ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു. ഇപ്പോൾ അവൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഷോർട്ട് ബോളുകൾ, അവൻ്റെ ബോഡി ലൈനിൽ വരുന്ന ഷോർട്ട് ബോളുകളിൽ ഔട്ടാകുന്നു എന്നുള്ളതാണ്. അതവൻ ഫിഗർ ഔട്ട് ചെയ്യട്ടെ, സ്വന്തമായി ഫിഗർ ഔട്ട് ചെയ്ത് അത് സോൾവ് ചെയ്ത് അവൻ തിരിച്ചു വരട്ടെ. ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ തന്നെ പറയുകയാണെങ്കിൽ അവൻ 2-3 പ്രാവശ്യം അതിങ്ങനെ ഔട്ടായെങ്കിൽ പോലും തന്നെ അതിന് മുമ്പ് തന്നെ ഒരു 90 റണ്ണ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ബോളേഴ്സ് അതേപോലുള്ള ബോളുകൾ അത് എറിഞ്ഞിട്ടുണ്ട്. ബട്ട് സെയിം തിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ അവൻ ഫെയിലിയർ ആകുന്നു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ബട്ട് അതൊരു ഫെയിലിയർ അല്ല. ആ 96 ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ 97 ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപാട് എന്താ പറയുന്നത്, ടീമിനെ ഒരു എന്താ പറയുന്ന ടീമിനെ സ്വന്തം ചുമലിലേക്കിട്ടൊരു 15 വയസ്സുകാരൻ കൊണ്ടുപോയൊരു പോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4 ടീം വന്നു സെമി ഫൈനലിൽ. GT, RCB, RR, പിന്നെ SRH. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് RR കപ്പടിക്കുക എന്നുള്ളതായിരുന്നു. അത് പരാഗിനെ കൊണ്ടല്ല, പരാഗ് കൊണ്ട് മാത്രമല്ല, പരാഗിൻ്റെ ക്യാപ്റ്റൻസിയോ അല്ലെങ്കിൽ പരാഗ് എന്ന് പറയുന്ന പ്ലെയറിനും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ്. ഈ ചെറുക്കനെ മാത്രം ആലോചിച്ചുകൊണ്ടാണ് വൈഭവ് സൂര്യവംശി. അവൻ്റെ കളി കാണാൻ മാത്രം ഞാൻ RRൻ്റെ കളി കാണുമായിരുന്നു. അവന് ഓപ്പണിങ് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ചാനൽ മാറ്റിപ്പോവും. പിന്നെ എനിക്ക് RRനോട് താല്പര്യം എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശി, പിന്നെ ജയ്സ്വാൾ. ഇതല്ലാതെ എനിക്ക് വേറെ ആരെയും വലിയ താല്പര്യമില്ല നിലവിൽ. ജയ്സ്വാൾ ഇപ്പോഴും അവന് ഈ RR വൈഭവ് സൂര്യവംശിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് ജയ്സ്വാൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവൻ അടിച്ച് തകർന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് സിംഗിൾ ഇട്ട് കൊടുത്ത് അവന് സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ള ഒരു റോളാണ് ഇപ്പോൾ ജയ്സ്വാൾ എടുത്തിരിക്കുന്നത്. അത് പെർഫെക്റ്റായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നുമുണ്ട്. ബട്ട് അവിടെ എല്ലാം തന്നെ പുള്ളിയുടെ ഒരു പവർ സംഭവം മറന്നു പോകുന്നുണ്ട്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 50 എടുത്ത ഒരു കിടിലൻ കളിക്കാരനാണ് ജയ്സ്വാൾ, ഒരു സംശയമില്ല അതിനകത്ത്. ടെസ്റ്റ് പ്ലെയറാണ്, ഇന്ത്യയുടെ T20 പ്ലെയറാണ്. അപ്പോൾ പുള്ളിയുടെ RRലുള്ള റോള് ഡിഫറൻ്റാണ്. അത് പുള്ളി മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്, അതിലൊരു തർക്കമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പ്ലെയറിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ RR എൻ്റെ മാച്ചസ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് RR കപ്പടിക്കണമെന്നായിരുന്നു, നടന്നില്ല. ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. നെക്സ്റ്റ് ടൈം അവൻ വരട്ടെ. എനിക്ക് ഏറ്റവും വലിയ വിഷമമായത് അവൻ പയ്യെ ഇരുന്ന് കരയുന്നത് കണ്ടിട്ടാണ്. എനിക്ക് അവനോട് പറയാനുള്ളത്, പ്ലീസ് ചിന്ന ബേബി, വി ആർ സോ പ്രൗഡ് ഓഫ് യു, യു നോ. ആൻഡ് ദിസ് T20 IPL 2026 edition will be remembered on your name, definitely. അതാണ് എനിക്ക് അവനോട് പറയാനുള്ളത്. അവൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സീസണായി മാറും, 100% ഉറപ്പാണ്. അവനടിച്ച ആ 96 ലാസ്റ്റ് കളിയിൽ GTക്കെതിരെ, അതെന്തുകൊണ്ട് ഇത്ര ബെസ്റ്റായെന്ന് പറയുന്നത്, അതുവരെ അവൻ കളിച്ചുകൊണ്ടിരുന്നൊരു പേസുണ്ട്. ആ പേസിൽ നിന്ന് മാറി തുടക്കത്തിൽ തന്നെ വിക്കറ്റ് പോയപ്പോൾ അവൻ അതിൽ നിന്ന് ഒതുങ്ങിയിട്ട് പതുക്കെ കളിച്ചു തുടങ്ങിയ ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു അടിക്കാരൻ മാത്രമല്ല അവനൊരു അഡാപ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരു മെച്യൂർഡ് ആവുന്ന ഒരു കളിക്കാരനാണ് അവൻ. മെച്യൂർഡ് ആവുമെന്ന് വെച്ചാൽ ഇപ്പോൾ അല്ലെന്നല്ല ഉദ്ദേശിച്ചത്, അവൻ കിടിലമായിട്ട് വരും. അതൊരു ജെമ്മാണ്. കണ്ണ് പെടാതിരിക്കട്ടെ, എനിക്കത് പറയാനുള്ളൂ. വൈഭവ് സൂര്യവംശിക്കെടുത്ത് അടുത്ത കളികളിൽ, അടുത്ത സീസണിൽ അവനെ തിരിച്ചു കൊണ്ടുവരട്ടെ. RR എന്തായാലും അവനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, 100% ഉറപ്പാണ്. ഒരു ലേലത്തിലും അവന് വിട്ടുകൊടുക്കില്ല. ഇനിയും അടിപൊളിയായിട്ട് അവന് തിരിച്ചു വരാൻ കഴിയട്ടെ. കരയാതിരിക്കുക മോനെ, നിന്റെ കരിയർ ഇങ്ങനെ കിടക്കുകയാണ്, അടിച്ചു പൊളിക്കുക.